വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞാൻ ഈ ഡാൻസ് പഠിക്കാൻ പോകുന്ന ഗുരുകുലത്തെക്കുറിച്ചുള്ളതാണ്. നല്ലൊരു പോസിറ്റീവ് പ്ലേസ് തന്നെയാണ്. ഗുരുകുലത്തിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ ധാരാളം മരങ്ങളും ചെടികളും നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ്. അവിടുത്തെ മരങ്ങളിൽ ഇതുപോലെ മഞ്ഞ ബോർഡുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. ആ ഓരോ ബോർഡിലും ഓരോ വാചകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. നല്ലൊരു പോസിറ്റീവ് എനർജി ചെയ്യുന്ന പ്ലേസ് തന്നെയാണ്. ഈ കാണുന്നത് അവിടെ താമസിക്കുന്ന ഓരോ സന്യാസിമാരുടെ റൂമുകളാണ്. ഒറ്റമുറി വീട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഓരോരോ വീടുകളാണ്. നമുക്കവരെ കാണാനൊന്നും പറ്റില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ വെളി വരത്തുള്ളൂ കേട്ടോ. പൂജയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവരെ കാണാൻ. ഞാനിയുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാനിയെ ഡാൻസ് പഠിപ്പിക്കുന്ന മാഷ്. എല്ലാവരെയും ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് സാറ്. പക്ഷേ ആളൊത്തിരി ചൂടനാണ്. എന്നാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാറിന്. സാറ് നന്നായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. ഇവർ ഓരോരോ ബാച്ചുകളായിട്ടാണ് സാറ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഉള്ളിലൊന്നും കയറി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പുറത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇവരുടെ സെക്കൻഡ് ബാച്ചാണ്. അതായത് ഒരു സെക്ഷനിൽ സെക്കൻഡ് ബാച്ചായിട്ട് പഠിപ്പിക്കുന്ന കുട്ടികളാണ്. ഇവർ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവരും നന്നായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. സാറ് നന്നായിട്ട് എല്ലാവരെയും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാറ് നല്ല കോമഡിയൊക്കെ പറയാനുണ്ട്. നമ്മൾ അടുത്തു നിന്ന് എൻ്റെ പുറകെ കാണുന്നത് അവിടെ ഞാനിയോടൊപ്പം ഡാൻസ് കളിക്കുന്ന കുട്ടികളുടെ അമ്മമാരാണ്. ഞങ്ങളൊക്കെ വളരെ തിക്ക് ഫ്രണ്ട്സാണ്. ഇതാണ് ഗായത്രി ദേവി. ഞാൻ കിങ്ങിണി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ് കഴിയാറായി. ക്ലാസ്സിൻ്റെ അവസാനം സാറ് എല്ലാവരെയും മുദ്രകളൊക്കെ പഠിപ്പിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാവരും നന്നായിട്ടൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും നല്ല ശ്രദ്ധയോടെയാണ് ക്ലാസ്സിലിരിക്കുന്നത്. സാറ് നന്നായിട്ട് പഠിപ്പിക്കാറുണ്ട്. ക്ലാസ് കഴിഞ്ഞതും നല്ല മഴ പെയ്തു തുടങ്ങി. ചെറിയ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ഇലകളിലൊക്കെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ തുള്ളി തുള്ളി നിൽപ്പുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നേ. ചെടികളിലും മരത്തിലും ഒക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ ഞങ്ങൾ ആ ഷീറ്റിൻ്റെ സൈഡിൽ നിൽക്കുകയായിരുന്നേ. കുട്ടികളൊക്കെ മഴ കാണാനായിട്ട് വന്നു നിന്ന്. മുറ്റം നിറയെ വെള്ളമായിരുന്നു. ചെറിയൊരു തോട് പോലെയൊക്കെ ആയി മഴ. ഞങ്ങൾ സ്കൂട്ടിയിൽ പോയത് കൊണ്ട് തിരിച്ചു വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മഴ തോരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. കുട്ടികളെയൊക്കെ ഓരോരുത്തരെയും രക്ഷാകർത്താക്കളൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നേ. കുട്ടികളൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രയും മഴ എങ്ങനെ വീട്ടിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതാ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നല്ല വെള്ളമായി. ചെറിയൊരു കുളം പോലെയൊക്കെ ആയി കേട്ടോ. എങ്ങനെ പോകുമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് വീഡിയോ എടുത്തുകൊണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി ഗൈസ്. ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളേ. ബൈ ബൈ.